നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആദ്യ അറസ്റ്റിലേക്ക് വഴിവെച്ചത് ആക്ഷൻ കമ്മിറ്റിയുടെ സജീവ ഇടപെടലും വിവിധ വനിതാ സംഘടനകളുടെ പ്രതിഷേധവും. ജസീലയ്ക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച പോവല്ലെ ആയിഷയെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാനഗർ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചന നൽകി പോലീസ്. മംഗളൂരുവിൽ വൻ ലഹരിവേട്ട, മലയാളി ഉൾപ്പെടെ 6 പേർ പിടിയിൽ. കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ 22 ദിവസത്തിനുള്ളിൽ പിരിച്ചത് 2.71 കോടി രൂപ. കുമ്പളയിലെ വ്യാപാരി അബ്ദുൾ ഖാദർ ഫിർഷാദ് കോട്ട വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ നൽകിയ മറുപടിയിലാണ് ദേശീയപാത കണ്ണൂർ മേഖലാ പ്രൊജക്ട് ഡയറക്ടർ കണക്കുകൾ സഹിതം വിവരങ്ങൾ നൽകിയത്. കേരള കള്ളിച്ചിത്ര വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 300 കോടി രൂപ വകമാറ്റാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യം. ദേശീയ കള്ളിച്ചിത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ INTUC നേതൃസംഗമം നടന്നു. സംസ്ഥാനത്തെ കള്ളിച്ചിത്ത് മേഖലയിലെ ഏറ്റവും മികച്ച തൊഴിലാളിക്കുള്ള തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരം നേടിയ A. ഷിബുവിനെ യോഗം ആദരിച്ചു. കോടോമ്പേളൂർ പഞ്ചായത്തിൽ പാലത്തോട് കൂടിയുള്ള തോണിക്കല്ല് BCBയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഉദ്ഘാടനം E. ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. ഓർക്കോൽ മീത്തലേപ്പുര വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണിക പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം P. കുഞ്ഞികൃഷ്ണൻ വാർഡംഗം P. കുഞ്ഞികൃഷ്ണൻ നൽകി പ്രകാശനം നിർവഹിച്ചു. ദേശത്തിന് കാവലാളായി ആരാധിക്കുന്ന കോളോപ്പാറ കാരഗുളികൻ തെയ്യം അരങ്ങിലെത്തി. പുല്ലൂർ ഉദയനഗർ കോളോപ്പാറ കാരഗുളികൻ ദേവസ്ഥാനം ഗുളികൻ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഭക്തി സാന്ദ്രമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആദ്യ അറസ്റ്റിലേക്ക് വഴിവെച്ചത് ആക്ഷൻ കമ്മിറ്റിയുടെ സജീവ ഇടപെടലും വിവിധ വനിതാ സംഘടനകളുടെ പ്രതിഷേധവും. ജസീലയ്ക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച പോവല്ലെ ആയിഷയെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാനഗർ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചന നൽകി പോലീസ്. വ്യാജ സ്വർണമോഷണ ആരോപണത്തെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആദ്യ അറസ്റ്റിൽ വഴിവെച്ചത് ആക്ഷൻ കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടലും വിവിധ വനിതാ സംഘടനകളുടെ പ്രതിഷേധവുമാണ്. ആൺസുഹൃത്തിന്റെ മാതാവ് ആയിഷയെയാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു. ആരോപണ വിധേയരെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നും തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള ഗുരുതര ആരോപണവും കുടുംബം ഉയർത്തിയിരുന്നു. 2 ആഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ മുന്നറിയിപ്പിനിടെയാണ് ആദ്യ അറസ്റ്റുണ്ടായത്. വിദ്യാനഗർ SHOയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സൈബർ സെല്ലിന്റെയും സഹായത്തോടെയാണ് അന്വേഷണം. മോഷണക്കുറ്റം ആരോപിച്ചതിൽ മനംനൊന്ത് കഴിഞ്ഞ 15-ാം തീയതിയാണ് ജസീല എലിവിഷം കഴിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 20-ന് മരണം സംഭവിക്കുകയായിരുന്നു. തന്റെ നിരപരാധിത്വം ചൂണ്ടിക്കാട്ടിയ വീഡിയോ ചിത്രീകരിച്ച ശേഷം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചുകൊടുത്തതിനു ശേഷമായിരുന്നു ആത്മഹത്യ. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് താൻ അപമാനം നേരിടേണ്ടി വന്നതെന്നാണ് വീഡിയോയിൽ ജസീല പറയുന്നത്. പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും അത് സ്വീകരിക്കാൻ പോലും തയ്യാറായില്ലെന്നും ജസീലയുടെ വീഡിയോയിൽ പറയുന്നു. ജസീലയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് 9.5 പവൻ നഷ്ടപ്പെട്ടു എന്ന പരാതി വരുന്നത്. ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ജസീലയെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സംഭവത്തിൽ ജസീലയുടെ പങ്ക് തെളിയിക്കാനായിരുന്നില്ല. സ്വർണം മോഷണം പോയതായി പരാതി നൽകിയത് വ്യാജമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി പ്രധാനമായും അന്വേഷണം. ആൺസുഹൃത്തിന്റെ മാതാവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ജസീല കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുകയാണ്. കേസിൽ ജസീലയുടെ ഭർത്താവിനെയും ആൺസുഹൃത്തിനെയും ഉൾപ്പെടെ ആരോപണ വിധേയരെ കൂടി പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരുവിൽ വൻ ലഹരിവേട്ട, മലയാളി ഉൾപ്പെടെ 6 പേർ പിടിയിൽ.
മംഗളൂരുവിൽ വൻ രാസലഹരി വേട്ട. വിദേശത്തു നിന്നെത്തിച്ച ലഹരി വസ്തുക്കളുമായി മലയാളി ഉൾപ്പെടെ 6 പേർ അറസ്റ്റിൽ. കോട്ടയം സ്വദേശി ഫെലിക്സ് പി ജോസഫ്, ഉടുപ്പി സ്വദേശികളായ അഹമ്മദ് അലി അർഷാദ്, മുഹമ്മദ് സയ്യിദ് അഫ്രീദി, മംഗളൂരു സ്വദേശി മഖ്സൂദ് സാഗ് എന്നിവരെ നഗരത്തിലെ ലോഡ്ജിൽ നിന്നും മംഗളൂരു സ്വദേശികളായ അഡൽ റോജ്, അരുൺ വിശാൽ ലസ്രാഡോ എന്നിവരെ ബന്ദർ തുറമുഖത്തിന് സമീപത്തു നിന്നുമാണ് മംഗളൂരു സൗത്ത് പോലീസ് ബന്ദർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് 53.87 ഗ്രാം MDMA, 163.20 ഗ്രാം ഹൈഡ്രോവീഡ് കഞ്ചാവ്, 1 കിലോയിലധികം കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. ദുബായിൽ ഹോട്ടൽ മാനേജറായ മുംബൈ സ്വദേശി സന്ദീപ് ഷെട്ടിയാണ് ലഹരിക്കടത്തിന്റെ സൂത്രധാരൻ. ഇയാൾ ബംഗളൂരു വിമാനത്താവളം വഴി ലഹരി വസ്തുക്കൾ എത്തിച്ച് പ്രതികൾക്ക് നൽകുകയായിരുന്നുവെന്ന് മംഗളൂരു സിറ്റി ಪೊಲೀಸ್ ಕಮಿಷನರ್ ಸುಧೀರ್ ಕುಮಾರ್ ರೆಡ್ಡಿ പറഞ്ഞു. ನಿನ್ನೆ ನಮ್ಮ ಮಂಗಳೂರು ಪೊಲೀಸರಿಂದ 6 ಜನ ಡ್ರಗ್ ಪೆಡ್ಲರ್ಸನ್ನು ಅರೆಸ್ಟ್ ಮಾಡಲಾಗಿದೆ. 2 ಪ್ರತ್ಯೇಕ ಪ್ರಕರಣಗಳಲ್ಲಿ, ಒಂದು ಪ್ರಕರಣ ನಾರ್ತ್ ಪೊಲೀಸ್ ಸ್ಟೇಷನು, ಮತ್ತೊಂದು ಪ್ರಕರಣ ಸೌತ್ ಪೊಲೀಸ್ ಸ್ಟೇಷನಲ್ಲಿ ಇವರನ್ನು ದಸ್ತಗಿರಿ ಮಾಡಲಾಗಿದೆ. ನಾರ್ತ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ 4 ಜನ ಆರೋಪಿತರನ್ನು ದಸ್ತಗಿರಿ ಮಾಡಲಾಗಿದೆ. ಇವರಿಂದ 53 ಗ್ರಾಂ MDMA ಹಾಗೂ 100 ಗ್ರಾಂ ಹೈಡ್ರೋವೀಡ್ ಗಾಂಜಾ ವಶಪಡಿಸಿಕೊಳ್ಳಲಾಗಿದೆ. ಅದೇ ರೀತಿ ಈ ನಾರ್ತ್ ಪೊಲೀಸ್ ಸ್ಟೇಷನಲ್ಲಿ ಅರೆಸ್ಟ್ ಮಾಡಿದವರಿಂದ 60 ಗ್ರಾಂ ಹೈಡ್ರೋವೀಡ್ ಗಾಂಜಾ, 1 kg ಜಾಸ್ತಿ ಗಾಂಜಾವನ್ನು ಕೂಡ ವಶಪಡಿಸಿಕೊಳ್ಳಲಾಗಿದೆ. ಇವರೆಲ್ಲರೂ ಕೂಡ ಮಂಗಳೂರು ನಗರದಲ್ಲಿ ಹೆಚ್ಚಾಗಿ ಸ್ಟೂಡೆಂಟ್ಸ್ಗೆ ಮತ್ತು ಮಹಿಳೆಯರಿಗೆ ಕೂಡ ಡ್ರಗ್ ಸಪ್ಲೈ ಮಾಡ್ತಿದ್ದಾಗಿ ಗೊತ್ತಾಗಿದೆ. ಎಲ್ಲ ಈ ಟೋಟಲ್ ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಕೂಡ ಬೆಂಗಳೂರಿಂದ ಡ್ರಗ್ಸ್ ತೊಗೊಂಡು ಬಂದು ಅವರು ನೇರವಾಗಿ ಸಪ್ಲೈ ಮಾಡೋದಲ್ಲದೆ ಇಲ್ಲಿದ್ದಂಥ ಲೋಕಲ್ ಪೆಡ್ಲರ್ಸ್ಗೆ ಕೂಡ ಡ್ರಗ್ ಸಪ್ಲೈ ಮಾಡ್ತಿದ್ದಾರೆ ಅಂತ ಗೊತ್ತಾಗಿದೆ. ಇನ್ಫಾರ್ಮೇಷನ್ ಎಲ್ಲ ಬಂದ ನಂತರ ನಮ್ಮ ಸೆಂಟ್ರಲ್ ACP ಅವರ ಟೀಮ್ ಎಲ್ಲರೂ ಕೂಡ ಕರೆಕ್ಟಾಗಿ ಪ್ಲಾನ್ ಮಾಡಿ ಎಲ್ಲರೂ ಡ್ರಗ್ಸ್ ಹಿಡ್ಕೊಂಡು ಇದ್ದಾಗ ರೆಡ್ ಹ್ಯಾಂಡೆಡ್ ಆಗಿ ರೈಡ್ ಮಾಡಿ ಎಲ್ಲರನ್ನೂ ಕೂಡ ಅರೆಸ್ಟ್ ಮಾಡಲಾಗಿದೆ. അറസ്റ്റിലായ അഡൽ റോജ് ബംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തുക്കൾ എത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ 22 ദിവസത്തിനുള്ളിൽ പിരിച്ചത് 2.71 കോടി രൂപ. കുമ്പളയിലെ വ്യാപാരി അബ്ദുൾ ഖാദർ ഫിർഷാദ് കോട്ട വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ നൽകിയ മറുപടിയിലാണ് ദേശീയപാത കണ്ണൂർ മേഖലാ പ്രൊജക്ട് ഡയറക്ടർ കണക്കുകൾ സഹിതം വിവരങ്ങൾ നൽകിയത്. ദേശീയപാത 66 തലപ്പാടി ചെങ്ങള റീച്ചിലുണ്ടായിരുന്ന കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിലെ കളക്ഷൻ വിവരങ്ങൾ പുറത്ത്. ഫാസ്ടാഗ്, UPI പണം എന്നിവയിലൂടെ ലഭിച്ച തുകയുടെ വ്യക്തമായ കണക്കുകളാണ് ദേശീയപാത അതോറിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് ഗ്രീവൻസ് പോർട്ടലായ CPG-RAM വഴി ലഭിച്ച പരാതിക്ക് മറുപടിയായാണ് അധികൃതർ ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാസർഗോഡ് കുമ്പളയിലെ അബ്ദുൾ ഖാദർ ഫിർഷാദ് കോട്ട എന്ന പൊതുപ്രവർത്തകനാണ് കുമ്പള ഫീ പ്ലാസയിലെ കളക്ഷൻ വിവരങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. 2026 ഫെബ്രുവരി 12-നാണ് ഇദ്ദേഹം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ പരാതി പരിഹാര സെല്ലിൽ അപേക്ഷ സമർപ്പിച്ചത്. 5 ദിവസത്തിനകം ഫെബ്രുവരി 17-ന് തന്നെ ദേശീയപാത അതോറിറ്റി ഇതിന് ഔദ്യോഗിക മറുപടി നൽകി. കണ്ണൂർ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് K. ഗാർഗ് ആണ് അപേക്ഷകന് മറുപടി കത്ത് നൽകിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർക്കും ഇതിന്റെ പകർപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി പുറത്തുവിട്ട രേഖകൾ പ്രകാരം കുമ്പള ടോൾ പ്ലാസയിൽ ഭൂരിഭാഗം പേരും ഉപയോഗിച്ചത് ഫാസ്ടാഗ് സംവിധാനമാണ്. ഫാസ്ടാഗ് വഴി 2.7 കോടി രൂപയാണ് ഇവിടെ ലഭിച്ചത്. UPI വഴി 26,000 രൂപയാണ് ലഭിച്ചത്. നേരിട്ട് പണമായി ലഭിച്ചത് 1.1 ലക്ഷം രൂപയാണ്. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ ടോൾ പ്ലാസയിൽ കഴിഞ്ഞ നവംബർ 4 മുതൽ തുക ഈടാക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റി ഉത്തരവിട്ടത്. എന്നാൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധങ്ങൾ തുടരുകയും ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പും കോടതിയിൽ ഹർജിയുമായതിനാൽ ജനുവരി 12 മുതലായിരുന്നു തുടങ്ങിയത്. ഫെബ്രുവരി 4-നായിരുന്നു ടോൾ പ്ലാസ അടച്ചുപൂട്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിറങ്ങിയത്. 2 കോടിയിലേറെ രൂപയാണ് ടോൾ പ്ലാസ നിർമ്മിക്കുന്നതിനു ചെലവായതെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ കുറെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഭാഗങ്ങൾ പൊളിച്ചു നീക്കുവാനായി ബാക്കിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള. കേരള കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 300 കോടി രൂപ വകമാറ്റാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യം. ദേശീയ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ INTUC നേതൃസംഗമം നടന്നു. സംസ്ഥാനത്തെ കള്ളുചെത്ത് മേഖലയിലെ ഏറ്റവും മികച്ച തൊഴിലാളിക്കുള്ള തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരം നേടിയ
എ ഷിബുവിനെ യോഗം ആദരിച്ചു. കേരള കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 300 കോടി രൂപ വകമാറ്റാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കുക, സംസ്ഥാനത്ത് വ്യാജമദ്യവും മയക്കുമരുന്നുകളും തടയുക, ബാറുകളുടെ പ്രവർത്തന സമയം 12 മണിക്കൂറായി നിജപ്പെടുത്തുക, കള്ളുഷാപ്പുകളുടെ ദൂരപരിധി 400 മീറ്ററിൽ നിന്നും 200 മീറ്ററായി കുറയ്ക്കുക, മിനിമം വേജസ് നോട്ടിഫിക്കേഷൻ ഉടൻ പുറപ്പെടുവിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ INTUC നേതൃസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ നടന്ന നേതൃസംഗമവും അനുമോദന ചടങ്ങും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് മെമ്പറുമായ PG ദേവ് ഉദ്ഘാടനം ചെയ്തു. അവാർഡ് ഷിബുവിന് കിട്ടിയെന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിലുള്ള ചരിത്രവും പ്രവർത്തനവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ മിനിയാന്ന് നമ്മുടെ ഒരു കൺസിലിയേഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇവിടെ ഡിമാൻഡ് ചെയ്തിട്ട് ജില്ലാ ലേബർ ഓഫീസർ കാസർഗോഡ് കൺസിലിയേഷൻ വിളിച്ചു. അവിടെ തൊഴിലാളി പ്രതിനിധിയും തൊഴിലാളികളും മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും എല്ലാം കൂടി ആ ഹോള് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചർച്ച നടക്കുന്നതിന് മുമ്പ് DLO പറഞ്ഞു, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ജില്ലയിലെ 3 ആൾക്കാർക്ക് അവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച, പ്രാഗൽഭ്യം തെളിയിച്ച 3 തൊഴിലാളികൾക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തൊഴിൽ ശ്രേഷ്ഠ അവാർഡ് സ്റ്റേറ്റ് തലത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഇത് അങ്ങോട്ട് പറയേണ്ട കാര്യം, പക്ഷേ അദ്ദേഹം അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മെമ്പറുമായ തോമസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വെച്ച് സംസ്ഥാനത്തെ കള്ളുചെത്ത് മേഖലയിലെ ഏറ്റവും മികച്ച തൊഴിലാളിക്കുള്ള തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരം നേടിയ എ ഷിബുവിനെ PG ദേവ് ആദരിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി P ബാലകൃഷ്ണൻ, P അരവിന്ദൻ, CC ജോർജ്, PK അജി എന്നിവർ സംസാരിച്ചു. S ഷൈജു സ്വാഗതവും എ ഷിബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടുമ്പേളൂർ പഞ്ചായത്തിൽ പാലത്തോട് കൂടിയുള്ള തോണിക്കല്ല് VCBയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. കേരള സർക്കാർ ജലവിഭവ വകുപ്പ് ചെറുകിട ജലസേചന വിഭാഗം തോണിക്കല്ല് VCB കം ബ്രിഡ്ജ് ഉദ്ഘാടനം നടന്നു. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സൗകര്യങ്ങളും മനോഹരമായ റോഡുകളും ഇവിടെ തീർച്ചയായിട്ടും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള റോഡുകളാണ്. പക്ഷേ എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോൾ മെച്ചപ്പെട്ട റോഡുകളാണുള്ളത്. അങ്ങനെയുള്ള റോഡുകളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ പിന്നെ പോയി. ജനാധിപത്യ സംവിധാനം നിലനിൽക്കുമ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും. ഭരണകക്ഷി മാത്രമല്ല, പ്രതിപക്ഷം ഇല്ലെങ്കിലും മോശമാണ്. ഭരണവും പ്രതിപക്ഷവും ഒക്കെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തും ആവശ്യമാണ്. പഞ്ചായത്തിൽ ഭരണവും പ്രതിപക്ഷവും ഇല്ല കേട്ടോ ജയേന്ദ്ര. ഇവിടെ പഞ്ചായത്തിൽ ഭരണവും പ്രതിപക്ഷമൊന്നുമില്ല. എല്ലാവരും ഭരണസമിതി അംഗങ്ങളാണ്. ഭരണ പ്രതിപക്ഷം എന്നൊക്കെ പറയാം. നമ്മൾ വോട്ടുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ പേരിലാണ്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ കുറച്ച് ആളുകൾ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ മുന്നണിയുടെയോ പ്രതിനിധികൾ പ്രസിഡന്റാവും. കൊടുമ്പേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തോണിക്കല്ല് കാർഷിക ഗുണഭോക്തൃ സമിതി ചെയർമാൻ KP ജയകുമാർ സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അർജുനൻ EK റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗംഗാധരൻ P, കൊടുമ്പേളൂർ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത് KV, സജിത ശ്രീകുമാർ, മുൻ പഞ്ചായത്ത് അംഗം അനിൽകുമാർ A, CPIM പ്രതിനിധി E ബാലകൃഷ്ണൻ, INC പ്രതിനിധി BP പ്രദീപ് കുമാർ, BJP പ്രതിനിധി പ്രേംകുമാർ കാലിക്കടവ്, ജോയ് തടത്തിൽ, PJ വർഗീസ്, KJ വർക്കി എന്നിവർ സംസാരിച്ചു. തോണിക്കല്ല് കാർഷിക ഗുണഭോക്തൃ സമിതി കൺവീനർ സുകുമാരൻ M നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓർക്കോൽ മിത്തലേപ്പുര വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണിക പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ വാർഡംഗം P കുഞ്ഞികൃഷ്ണൻ നൽകി പ്രകാശനം നിർവഹിച്ചു. നൂറ്റാണ്ടുകൾ വാമൊഴിയായും വരമൊഴിയായും തലമുറകൾ കൈമാറി വന്ന തറവാട് ചരിത്രവും തെയ്യം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കോർത്തിണക്കി ഓർക്കോൽ മീത്തലേപ്പുര വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണിക കൈത പ്രകാശനം ചെയ്തു.
പ്രശസ്ത സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ വാർഡംഗം പി കുഞ്ഞികൃഷ്ണൻ നൽകി പ്രകാശനം നിർവഹിച്ചു. ഊർക്കോൽ മീത്തലപ്പുര തറവാട് ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള സ്മരണിക കൈത് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. സ്മരണിക കമ്മിറ്റിയുടെ ചെയർമാൻ രതീഷ് വി, അതുപോലെ തന്നെ നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള പ്രഭാകരൻ ഞാനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു 35 വർഷം മുമ്പേ ഉള്ളൊരു ബന്ധമാണ്. അതിന്നും ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നില്ല. വളരെ സന്തോഷം. നമ്മുടെ മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പ്രകാശം വിളിച്ചപ്പോഴും കുട്ടിമാഷ് വിളിച്ചപ്പോഴും പ്രഭാകരൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. പ്രഭാകരൻ വിളിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രഭാകരൻ നല്ല തിരക്കിലാണ്. കുട്ടിമാഷ് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഏൽപ്പിച്ചാണ്. ഡോക്ടർ പി കൃഷ്ണദാസ് സാംസ്കാരിക പ്രഭാഷണം നടത്തി. സ്മരണികയുടെ മുഖ്യ പത്രാധിപർ പ്രൊഫസർ വി കുട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രകാശൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഗംഗാധരൻ താളിക്കുണ്ട്, വൈസ് ചെയർമാൻ അനിൽ മടിക്കൈ, കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ അംഗം ദിനേശൻ വടക്കിനെ, പ്രശസ്ത ചിത്രകാരൻ ശ്യാമ ശശി എന്നിവർ സംസാരിച്ചു. സ്മരണിക കമ്മിറ്റി ചെയർമാൻ വി രതീഷ് സ്വാഗതവും ഷൈജു തലയത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് തെയ്യം കൂടലും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശത്തിന് കാവലാളായി ആരാധിക്കുന്ന കോളോപ്പാറ കാരഗുളികൻ തെയ്യം അരങ്ങിലെത്തി. പുല്ലൂർ ഉദയനഗർ കോളോപ്പാറ കാരഗുളികൻ ദേവസ്ഥാനം ഗുളികൻ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഭക്തി സാന്ദ്രമായി. കൊടുമലം മഹാവിഷ്ണു ക്ഷേത്ര പരിധിയിൽ വരുന്ന കുളിമാവുങ്കാലിലെ വരപ്രവൻ കുടുംബത്തിലെ പൂർവികരാണ് കാരഗുളികനെ ആരാധിച്ചിരുന്നത്. പിന്നീട് ചൈതന്യത്തെ കോളോപ്പാറയിൽ കുടിയിരുത്തുകയായിരുന്നു. നാട്ടുകാർ ഏറ്റെടുത്തതോടെ ഇവിടെ കാരഗുളികൻ ദേവസ്ഥാനമുണ്ടായി. നിലവിൽ കാരഗുളികൻ ദേവസ്ഥാന ട്രസ്റ്റാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഈ വർഷം പുനഃപ്രതിഷ്ഠയും നടത്തിയിരുന്നു. അതിനുശേഷം ആദ്യമായാണ് കാരഗുളികൻ തെയ്യം കെട്ടിയാടുന്നത്. ശൈവാംശ തേജസ്സായി ആരാധന ചെയ്യുന്ന കാരഗുളികനെ കാണാൻ നിരവധി പേർ എത്തി. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കാരഗുളികന് കലശമാണ് പ്രധാനമായും നേദിക്കാറ്. ഗുളികൻ ദേവസ്ഥാനത്തെ ഹരിതാപമാക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു. കാരഗുളികനെ കണ്ട് അനുഗ്രഹം വാങ്ങുവാനായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനും മുഴുവൻ കൗൺസിലർമാർക്കും സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. അലാമിപ്പള്ളി മിനി കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടന്നത്. കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനും അംഗങ്ങൾക്കും സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. അലാമിപ്പള്ളി മിനി കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. KCF സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചെറിയ കുട്ടികൾ മുതൽ വന്ധ്യവയോധികർ വരെ ഉള്ളവരെ അവർക്കെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്ന, നാടിന് വികസനം ഉണ്ടാകുന്ന പദ്ധതികളാണ്. ഇവിടെ സുകുമാരൻ മാസ്റ്റർ ഈ മേഖലയിൽ ഒരുപാട് കാലത്തെ സംഘടനാ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വം നമുക്ക് ഏറെ ഗുണപ്രദമാണ്. ഈ 47 പേർ അടങ്ങിയ ഒരു ഭരണസമിതിയല്ല. ഒരാൾക്ക് മാത്രമേ കൗൺസിലറോ ചെയർമാനോ ഒക്കെ ആവാൻ കഴിയും. ഒരുപാട് ഒരാൾക്ക് കൗൺസിലറാവാൻ, ഒരു നഗരസഭയ്ക്ക് ഒരു ചെയർപേഴ്സണെ ഉണ്ടാകാൻ കഴിയും. അതതിൻ്റെ മുറക്കാനാകും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല കരുതേണ്ടത്. നമ്മളെല്ലാവരും കൗൺസിലർമാരാണ്, എല്ലാവരും ജനപ്രതിനിധികളാണ് എന്ന തോന്നലിലേക്ക്, എന്ന ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ജനതയെ നമുക്ക് മാറ്റാൻ കഴിയും.
KCF മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് OK വിജയരാഘവൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. T. അബൂബക്കർ ഹാജി, M. ഗംഗാധരൻ, B. പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. M. പുരുഷോത്തമൻ സ്വാഗതവും K. ഭാസ്കരൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവഭാരത് പുരുഷ സ്വയം സഹായ സംഘം കാസർഗോഡ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയമ്പാറ GUP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. നവഭാരത് പുരുഷ സ്വയം സഹായ സംഘം കാസർഗോഡ് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയമ്പാറ GUP സ്കൂളിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ആയമ്പാറ GUPS ഹെഡ് മാസ്റ്റർ T. പ്രഭാകരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത്. പലർക്കും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്ന് രാത്രി കിടന്നാൽ തന്നെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നുള്ളത്. കാരണം എന്തെങ്കിലും ഒരു അസുഖം അവരെ അലട്ടുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ നോട്ടീസിൽ സൂചിപ്പിച്ച പോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളാണ്. നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ്. അത് ഭക്ഷണക്രമമായാലും അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട വിശ്രമം കൃത്യമായിട്ട് എടുക്കാത്തതുകൊണ്ടോ വെള്ളം കുടിക്കാത്തതുകൊണ്ടോ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ വരുത്തുന്നതാണ്. കൃത്യമായ രീതിയിൽ ചെയ്യാത്തതുകൊണ്ടുള്ള പല അസുഖങ്ങളാണ്. 2ാം വാർഡ് മെമ്പർ ഗംഗാധരൻ കാപ്പിയവീട് അധ്യക്ഷത വഹിച്ചു. A. കാർത്തിയായനി, പുഷ്പ KN, മോഹനൻ കുണ്ടൂർ, പ്രസാദ് E. നായർ, രാമകൃഷ്ണൻ P, ഗോവിന്ദൻ P, ഗോപാലൻ KV, ഷൈജു M, ഷൺമുഖൻ K, അശോക് N, ശ്രീനേഷ് KS, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. M. അംബുജാക്ഷൻ നമ്പ്യാർ സ്വാഗതവും A. ഗോപിനാഥൻ നായർ നന്ദിയും പറഞ്ഞു. ആസ്റ്റർ മിംസ് കാസർഗോഡ് ഡെപ്യൂട്ടി മാനേജർ KK ബിജേഷ് ക്യാമ്പ് വിശദീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിലക്കുറവിന്റെ വിസ്മയവുമായി റെഡിമെയ്ഡ് കൗണ്ടർ ഷോറൂം കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ 2ാം നിലയിലാണ് വിലക്കുറവിന്റെ റെഡിമെയ്ഡ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത്. റിയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ 2ാമത്തെ നിലയിലായി റെഡിമെയ്ഡ്സ് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും വിലക്കുറവിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈപ്പർ മാർക്കറ്റിൽ ഒരു പുതിയ സെക്ഷൻ കൂടി ആരംഭിക്കുകയാണ്. യായ് എന്നാണ് അതിൻ്റെ നാമകരണം. ഇവിടെ 99 to 999 99 രൂപ മുതൽ 999 രൂപ വരെ ഉള്ള നമ്മുടെ തുണിത്തരങ്ങൾ ലഭ്യമാണ്. വളരെ ആകർഷകമായി ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാണ്. എല്ലാവരും റിയൽ സന്ദർശിച്ചാൽ അത് നിങ്ങൾക്ക് അനുഭവപ്പെടും. റിയൽ കാഞ്ഞങ്ങാടിൻ്റെ വികസന രംഗത്ത് മികച്ച ഒരു സ്ഥാപനമാണ്. കച്ചവടം മാത്രമല്ല റിയലിൻ്റെ ലക്ഷ്യം. കാഞ്ഞങ്ങാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ എപ്പോഴും അവരുടെ ഒരു സിഗ്നേച്ചറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവനയാണ് റിയൽ കാഞ്ഞങ്ങാട് വന്നതിന് ശേഷം നൽകിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാടിൻ്റെ എല്ലാ മേഖലയിലും അവരുടെ കയ്യൊപ്പുണ്ടാകാറുണ്ട്. ഇനിയും വളർന്ന് വന്നിരിക്കട്ടെ. നമുക്കും ഒത്തുചേരാം റിയലിനോടൊപ്പം. സാമൂഹിക പ്രവർത്തകൻ MK വിനോദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാനേജിംഗ് പാർട്ണർ വഖാസ്, റിയൽ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് പാർട്ണർ CP ഫൈസൽ, PRO നാരായണൻ മുത്തൽ, മാനേജർ ശ്രീജേഷ്, പ്രശാന്ത്, സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏതു പ്രായത്തിലുള്ളവർക്കും ട്രെൻഡിനനുസരിച്ചുള്ള തുണിത്തരങ്ങൾ 99നും 999നും ഇടയിൽ മാത്രം പണം മുടക്കി വാങ്ങാനാവും വിധമാണ് ഷോറൂം ക്രമീകരിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ ചിലവിൽ പരമാവധി പർച്ചേസ് എന്ന ഓഫറോട് കൂടി വിപുലമായ വസ്ത്രശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരുതടി ഗവൺമെന്റ് LP സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയും വാർഷികാഘോഷവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കലാസന്ധ്യയും അരങ്ങേറി. GLP സ്കൂൾ പെരുതടിയുടെ പ്ലാറ്റിനം ജൂബിലി വാർഷികാഘോഷം പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ് നിർവഹിച്ചു. ജൂബിലിയുടെ ആഘോഷം അതോടൊപ്പം തന്നെ ബഹുമാനായിട്ടുള്ള നമ്മുടെ മാസ്റ്റർ ശ്രീ രാജമാസ്റ്ററുടെ യാത്രയപ്പം കൂടി ഈ ചടങ്ങിനോടൊപ്പം നടക്കുക. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലാസന്ധ്യയും കൂടി കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറുകയാണ്. 75 വർഷം ആയി എന്നുള്ളത് ഇപ്പോൾ മാഷിൻ്റെ റിപ്പോർട്ടിൽ വളരെ സവിസ്തരം അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ അതിൻ്റെ തുടക്കകാലത്തെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ
സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഇന്നത്തെ കാണുന്ന നിലയിലല്ല അന്നത്തെ സ്കൂൾ. വളരെ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യം. ഈ സ്കൂൾ മാത്രമല്ല, എല്ലാ സ്കൂളുകളും പണ്ട് കാലത്ത് ആവശ്യമായ ബെഞ്ചില്ല, ഡെസ്കില്ല, അതുപോലെ സ്കൂളിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല. കുട്ടികളുമായിട്ടുള്ള എല്ലാ സാമൂഹിക പശ്ചാത്തലവും ഇന്ന് എല്ലാ സ്കൂളുകളിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. 31 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജൻ MK യാത്രയയപ്പ് നൽകി. പനത്തടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB രതീഷ് അധ്യക്ഷത വഹിച്ചു. ചന്തപ്പൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. B സുരേഷ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. K ശശികുമാർ, S മധുസൂദനൻ, P നിർമ്മല, MK രാജൻ, രമ്യ SK എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച നൃത്യങ്ങൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ തൃശൂരിൽ നടത്തിയ 2025-26 വർഷത്തെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട കാഞ്ഞങ്ങാട് കുശാൽ നഗർ സ്വദേശി C ഗോപിനാഥന് ആദരമൊരുക്കി. കാഞ്ഞങ്ങാട് കുശാൽ നഗർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഭരണസമിതി, മാതൃസമിതി, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത്. കേരള സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ തൃശൂരിൽ നടത്തിയ 2025-26 വർഷത്തെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി തെരഞ്ഞെടുക്കപ്പെട്ട കാഞ്ഞങ്ങാട് കുശാൽ നഗർ സ്വദേശി C ഗോപിനാഥന് കാഞ്ഞങ്ങാട് കുശാൽ നഗർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഭരണസമിതി, മാതൃസമിതി, നാട്ടുകാർ എന്നിവരുടെ കൂട്ടായ്മയിലാണ് ആദരവ് ഒരുക്കിയത്. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി സുകുമാരൻ പള്ളോട്ട് പൊന്നാട അണിയിച്ചു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുരളി മുള്ളൻതറയിൽ ഉപഹാരം നൽകി. സെക്രട്ടറി HV ശ്രാവൺ മധുരം നൽകി. കുശാൽ നഗർ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഉപഹാരമാണ് ഇവിടെ നൽകുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിലെ മാസ്റ്റേഴ്സിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി മാറിയിട്ടുള്ള നമ്മുടെ ശ്രീ ഗോപിനാഥൻ ചാപ്പേൽ അവർക്ക് ചെറിയൊരു ഉപഹാരം നൽകാൻ വേണ്ടിയിട്ടാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ശിവരാജ്, HA സുധീർ, ശിവനന്ദ, വിഷ്ണു പ്രസാദ്, മിഖിൽ രാജ്, മാതൃസമിതി അംഗങ്ങളായ H ശോഭ, M സലീല, P അശ്വിനി എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ വജ്രജൂബിലി ആഘോഷത്തിന് സമാപനമായി. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഡോട്ട് ജോളി യൂത്ത് സെന്ററിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ സമാപനം പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന P നാരായണൻ അനുസ്മരണ പ്രഭാഷണം M പൊക്ലൻ നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് അംഗം KC ശ്രീവിദ്യ, നാരായണൻ പള്ളിക്കാപ്പിൽ, VV കുഞ്ഞിക്കണ്ണൻ, VB പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിവിധ ഇനങ്ങളിൽ A ഗ്രേഡ് നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. സംഘാടക സമിതി ചെയർമാൻ TP രാജേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ IK പ്രദീപ് കുമാർ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KV സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്നു നടന്ന ഗ്രാമോത്സവത്തിൽ നൃത്തകലാപരിപാടികൾ അവതരിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാലക്കല്ല് യൂണിറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാലക്കല്ല് യൂണിറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള നോമ്പ്, ഇതൊക്കെ പല മതങ്ങളിലുണ്ടെങ്കിലും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ ഏകദേശം 13 മണിക്കൂറിലധികം ഉമിനീര് പോലും ഇറക്കാതെയുള്ള ഒരു നോമ്പാണ്
മുസ്ലിങ്ങളുടെയും റംസാൻ മാസത്തിലും അനുഷ്ഠിക്കുന്നത്. ഇതിന് വളരെയധികം പ്രത്യേക പുണ്യതയുമുണ്ട്. ഒരു മുസൽമാനെ, ഒരു വിശ്വാസിയെ ഒരു കാലൊക്കെ പറഞ്ഞെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ അവൻ അവകാശിയാവുമെന്നാണ് നബി വചനം. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരു ചടങ്ങിനാണ് ഇപ്പോഴിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി തന്നെ വ്യത്യസ്ത മതത്തിലെയും എല്ലാവരും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് തന്നെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഇന്ന് ലോകരാജ്യങ്ങളടക്കം ഭീകരമായ ഒരു യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് യൂണിറ്റ് പ്രസിഡന്റ് കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. രാജപുരം സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് കള്ളാർ, ജുമാ മസ്ജിദ് ഇമാം സൈനുദ്ദീൻ മൗലവി, മാലക്കല്ല ലൂർദുമാത ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ എബ്രഹാം കണ്ടത്തിൽ തുടങ്ങിയവർ ഇഫ്താർ സന്ദേശം നൽകി. കള്ളാർ പഞ്ചായത്ത് അംഗം മിനി ഫിലിപ്പ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജെ സജി, രാജപുരം പ്രസ് ഫോറം സെക്രട്ടറി രാജേഷ് ഓട്ടമല, പാണത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽകുമാർ, മാലക്കല്ല് വികസന സമിതി സെക്രട്ടറി തോമസ് അടിയാപ്പള്ളിൽ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് സിഒ ജോസഫ്, മാലക്കല്ല് വികസന സമിതി ട്രഷറർ ഭരതൻ, യൂണിറ്റ് പ്രസിഡന്റ് മധു, അനീഷ്, ടിറ്റി ജയൻ, ഗീത നാരായണൻ, സജി ഏഞ്ചൽ, ജോണി TV തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് നാൽത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആദ്യ അറസ്റ്റിലേക്ക് വഴിവെച്ചത് ആക്ഷൻ കമ്മിറ്റിയുടെ സജീവ ഇടപെടലും വിവിധ വനിതാ സംഘടനകളുടെ പ്രതിഷേധവും. ജസീലയ്ക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച പോവലിലെ ആയിഷയെയാണ് കഴിഞ്ഞ ദിവസം വിദ്യാനഗർ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന സൂചന നൽകി പോലീസ്. മംഗളൂരുവിൽ വൻ ലഹരിവേട്ട, മലയാളി ഉൾപ്പെടെ 6 പേർ പിടിയിൽ. കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ 22 ദിവസത്തിനുള്ളിൽ പിരിച്ചത് 2.71 കോടി രൂപ. കുമ്പളയിലെ വ്യാപാരി അബ്ദുൾ ഖാദർ ഫിർഷാദ് കോട്ട വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ നൽകിയ മറുപടിയിലാണ് ദേശീയപാത കണ്ണൂർ മേഖലാ പ്രൊജക്ട് ഡയറക്ടർ കണക്കുകൾ സഹിതം വിവരങ്ങൾ നൽകിയത്. കേരള കള്ളുചിത്ര വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 300 കോടി രൂപ വകമാറ്റാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യം. ദേശീയ കള്ളുചിത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ INTUC നേതൃസംഗമം നടന്നു. സംസ്ഥാനത്തെ കള്ളുചിത്ത് മേഖലയിലെ ഏറ്റവും മികച്ച തൊഴിലാളിക്കുള്ള തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരം നേടിയ A ഷിബുവിനെ യോഗം ആദരിച്ചു. കോടോമ്പേളൂർ പഞ്ചായത്തിൽ പാലത്തോട് കൂടിയുള്ള തോണിക്കല്ല് BCBയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. ഓർക്കോൽ മീത്തലേപ്പുര വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണിക പ്രകാശനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ വാർഡ് അംഗം P കുഞ്ഞികൃഷ്ണൻ നൽകി പ്രകാശനം നിർവഹിച്ചു. ദേശത്തിന് കാവലാളായി ആരാധിക്കുന്ന കോളോപ്പാറ കാരഗുളികൻ തെയ്യം അരങ്ങിലെത്തി. പുല്ലൂർ ഉദയനഗർ കോളോപ്പാറ കാരഗുളികൻ ദേവസ്ഥാനം ഗുളികൻ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഭക്തിസാന്ദ്രമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.